ഹലോ എവരിവൺ, വെൽക്കം ടു ഇൻസൈഡ് റിസർച്ച് അനലിറ്റിക്സ് വീക്ക്ലി മാർക്കറ്റ് റിപ്പോർട്ട്. ഈ ഒരാഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2026 ഫെബ്രുവരി 23 മുതൽ 27 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരാഴ്ച ഇന്ത്യൻ ഓഹരി വിപണി കനത്ത സമ്മർദ്ദത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 25,178 ക്ലോസ് ചെയ്തത്. വിദേശ സ്ഥാപന നിക്ഷേപകരായ FISന്റെ തുടർച്ചയായ പിൻവലിപ്പും IT ഓഹരിയിലെ വലിയ ഇടിവും വിപണിയെ ദുർബലമാക്കിയിട്ടുണ്ട്. മാസാന്ത്യ F&O എക്സ്പയറി മൂലമുള്ള വോളറ്റൈലിറ്റി, ആഗോള വിപണിയിലെ ദൗർബല്യതയും കൂടാതെ ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങളും നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ കുറച്ചു. ഫെബ്രുവരി 27 അവസാനിച്ച ആഴ്ചയിൽ സെൻസസ് 1527 പോയിന്റ് ഇടിഞ്ഞ് 81,278 എത്തുകയും നിഫ്റ്റി 392 പോയിന്റ് താഴ്ന്ന് 20,108 ക്ലോസ് ചെയ്യുകയും ചെയ്തു. ആഴ്ചയുടെ തുടക്കത്തിൽ US സുപ്രീം കോടതി ട്രംപിന്റെ താരിഫ് റദ്ദാക്കിയ വാർത്തയെ തുടർന്ന് വിപണി നേട്ടത്തിലാണ് ആരംഭിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച സെൻസസ് 83,294 നിഫ്റ്റി 25,713 എത്തി. എന്നാൽ ചൊവ്വാഴ്ച IT ഓഹരികളിൽ കനത്ത വിൽപ്പനയും F&O എക്സ്പയറിയും ചേർന്ന് വിപണി താഴേക്ക് വലിച്ചു. ബുധനാഴ്ച ചെറിയ റിക്കവറി ഉണ്ടായെങ്കിലും വ്യാഴാഴ്ച ജിയോ പൊളിറ്റിക്കൽ ആശങ്കകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനവുമായി ബന്ധപ്പെട്ട അനിശ്ചിത്വം വിപണിയെ സൈഡ്വേസ് നിലയിലാക്കി. വെള്ളിയാഴ്ച വീണ്ടും FIS വിൽപ്പന ശക്തമായതോടെ വിപണി കനത്ത നഷ്ടത്തിലാണ് ആഴ്ച അവസാനിച്ചിട്ടുള്ളത്. ഈ ഒരാഴ്ച ബാങ്കിംഗ് മേഖലയിലും ആശങ്കകൾ ഉയർന്നു. IDFC ബാങ്ക് ഏകദേശം 590 കോടി രൂപയുടെ തട്ടിപ്പിടപാടുകൾ കണ്ടെത്തിയതായി അറിയിച്ചു. ഇതിൽ ചില ജീവനക്കാർ പങ്കെടുത്തതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതിന്റെ ആഘാതത്തിൽ ഓഹരി 12% ഇടിവ് രേഖപ്പെടുത്തി. അതേസമയം AU സ്മോൾ ഫിനാൻസ് ബാങ്കും 6.8% വരെ ഇടിവുണ്ടായി. ഹരിയാന സർക്കാർ ബാങ്കിനെ തങ്ങളുടെ അംഗീകൃത പട്ടികയിൽ നിന്ന് നീക്കിയതിനെ തുടർന്നാണ് ഇത് സംഭവിച്ചത്. സർക്കാർ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് ഇതിന് പ്രധാന കാരണമായി മാറിയത്. ഈ നെഗറ്റീവ് വിപണി സാഹചര്യത്തിനിടയിലും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ശക്തമായി തുടരുന്നുണ്ട്. ഡിസംബർ ക്വാർട്ടറിലെ GDP 7.8 വളർച്ച രേഖപ്പെടുത്തി. മുൻ ക്വാർട്ടറിലെ വളർച്ച 8.4 ആയി പുതുക്കി. FY26 മുഴുവൻ വളർച്ച കണക്കൂട്ടൽ 7.6 ആയി ഉയർത്തി. പുതുക്കിയ GDP കണക്കാക്കൽ രീതിയും പുതിയ ബേസ് ഇയർ മാറ്റവും സാമ്പത്തിക ഡേറ്റയുടെ കൃത്യത വർദ്ധിപ്പിക്കാൻ സഹായകമാകുന്നു. ഇതിലൂടെ ദീർഘകാല വളർച്ചാ സാധ്യതകൾക്ക് വിശ്വാസം തുടരുന്നുമുണ്ട്. ആഗോളതലത്തിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങിയത് നിക്ഷേപകരെ ജാഗ്രതയിലാക്കി. പാകിസ്ഥാൻ നടത്തിയ എയർ സ്ട്രൈക്സ് മേഖലയിൽ അനിശ്ചിതത്വം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതേസമയം മോദിയുടെ ഇസ്രായേൽ സന്ദർശനം ഇന്ത്യ-ഇസ്രായേൽ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ ഒന്നായി മാറി. ചൈന അവരുടെ ലോൺ പ്രൈം റേറ്റുകൾ മാറ്റമില്ലാതെ നിലനിർത്തിയപ്പോൾ US സാമ്പത്തിക വളർച്ച Q4 2025 1.4 ആയി കുറഞ്ഞത് ആഗോള സാമ്പത്തിക സ്ലോനെസിന്റെ സൂചനയെ കണക്കാക്കപ്പെടുന്നു. ഈ എല്ലാ ഘടകങ്ങളും ചേർന്ന് ഇന്ത്യൻ വിപണിയിൽ ജാഗ്രതാപൂർണമായ സമീപനം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.